എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് സേതുവിന്റെ പല്ലവിയുടെയും നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വിശേഷം കേട്ടാലോ. നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ പാറുവിനെ വിഷം വിളിക്കുകയാണ്. വിഷം വിളിച്ചിട്ട് ചോദിച്ചു, അല്ല അവിടെ കാര്യങ്ങളൊക്കെ ഓക്കെ ആണല്ലോ അല്ലെ, കുഴപ്പമൊന്നുമില്ലോ, വീട്ടിൽ ചെന്നിട്ട് ഇനിയിപ്പം അച്ഛനും അമ്മയ്ക്ക് സംശയങ്ങളൊക്കെ തോന്നിയോ അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ പാറു പറഞ്ഞു, തൽക്കാലത്തേക്ക് കുഴപ്പമൊന്നുമില്ല, അച്ഛനെ അമ്മയെ ഞാന് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞങ്ങനെ മനസ്സ് അവിടെ ഒന്ന് മാറ്റി വെച്ചേക്കുവാന്ന് പറയണ. പിന്നീടാണ് ആ കാര്യങ്ങളൊക്കെ പറയുന്നത്. താൻ അമേരിക്കയ്ക്ക് ചെല്ലാന്ന് സമ്മതിച്ചതൊക്കെ. ഇത് കേട്ടപ്പം വിശ്വം പറഞ്ഞു, പ്രശ്നമാകുമെന്ന് ചോദിക്കാം. എങ്ങാനും അവർക്ക് എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പാറു നിനക്ക് അവിടെ നിന്ന് ഇറങ്ങി വരാൻ പോലും പറ്റില്ല എന്ന് പറയാം. പാറു പറഞ്ഞു, അതൊക്കെ എനിക്കറിയാം, എത്രയും പെട്ടെന്ന് തന്നെ വിശ്വത്തിന്റെ കൂടെ ഞാൻ ഇറങ്ങി വന്നില്ലെങ്കിൽ എന്റെ ജീവിതം തകർന്നു പോകുന്ന എനിക്കറിയാം. ശരവണ്ണ മറ്റേ വിളിക്കും എന്തെങ്കിലും ചെയ്തോന്ന് ചോദിക്കുക. ഇല്ല, വിളിച്ചിട്ടില്ല, അയാൾ അത് സെറ്റ് ആക്കിയിട്ട് പറയാന്നല്ലേ പറഞ്ഞിരിക്കുന്നേ. സാരമില്ല, നമുക്ക് നോക്കാന്നൊക്കെ പറയാണ്. പാറ പറഞ്ഞ്, അധികം വൈകിക്കില്ല, അധികം വൈകിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ മിക്കവാറും ഇവിടുന്ന് അമ്മാവനെ അങ്ങോട്ട് അമേരിക്കയ്ക്ക് കൊണ്ടുപോകും. പക്ഷെ എനിക്ക് എതിർപ്പൊന്നും പറയാൻ പറ്റില്ല എന്ന് പറയാണ്. അതിനു മുമ്പ് എങ്ങനെയെങ്കിലും കാര്യങ്ങളൊക്കെ നടക്കണമെന്ന് പറയാം. സാരമില്ല, എന്ത് വന്നാലും ഞാൻ കൂടെയുണ്ട്, നീ ധൈര്യമായിട്ടൊക്കെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് പാറുവിനെ ആശ്വസിപ്പിക്കണം. പാറുവിന് അങ്ങനെയൊക്കെ പറഞ്ഞ് ഫോൺ വെച്ചെങ്കിലും സങ്കടം വരുന്നുണ്ട്. കാരണം അച്ഛനെയും അമ്മയും താനെ പറ്റിച്ചോണ്ടിരിക്കുക, വേറൊരു നിർവാഹമില്ല. അവരുടെ കാര്യകാരണ സഹിതം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ച, പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അവർ അമ്പിനും ബെല്ലിനും അടുക്കുന്നില്ല. ഇപ്പോഴും വിശ്വത്തിനോട് ദേഷ്യം തന്നെയാ കാണിച്ചോണ്ടിരിക്കുന്നത്. അതിന് മാത്രം വലിയ തെറ്റൊന്നും വിശ്വം ചെയ്തിട്ടില്ല. ഇന്ദ്രന്റെ അനിയനായി പോയതാണ് അവൻ ചെയ്ത ഏക തെറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളെ ഇഷ്ടപ്പെടാതിരിക്കാൻ തനിക്ക് പറ്റില്ലല്ലോ. വിശ്വം ഇന്ദ്രനെ പോലെയല്ല, അവൻ നല്ലവനാണ്, അതിവർക്ക് മനസ്സിലാവും ചെയ്ത. എന്നിട്ട് പോലും അവനെ താൻ സ്നേഹിക്കുന്നതോട് അവർക്ക് എതിർപ്പാ. പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോ അവര് കാണുന്ന ഇന്ദ്രനെ നോക്കുന്ന അതേ കണ്ണുകൾ കൊണ്ട് തന്നെയാണ് വിശ്വത്തിനെ നോക്കുന്നത്. അതിന്റെ കുഴപ്പ. പക്ഷെ തനിക്ക് തന്റെ ജീവിതം നശിപ്പിച്ച് കളയാണ്ട് പറ്റില്ല. വിശ്വമില്ലെങ്കിൽ തനിക്ക് പിന്നെ ഒരു ജീവിതം ഉണ്ടാകത്തില്ല. അമേരിക്കക്കാനും പോയിട്ടുണ്ടെങ്കിൽ തനിക്ക് തന്റെ വിശ്വത്തെ നഷ്ടപ്പെടും. അതുകൊണ്ട് മാത്രമാണ് വീട്ടുകാരുടെ കള്ളം പറഞ്ഞ്. അതൊക്കെ ഓർത്തിട്ട് പാറുവിന് ആകെപ്പാടെ വല്ലാത്തൊരു വിഷമമായിരുന്നു. പിന്നീട് ഋതു പതിവ് പോലെ തന്നെ ടെക്സ്റ്റൈൽ ഷോപ്പിലേക്ക് ചെല്ലുവാണ്. അവിടെ ചെന്ന് ഓരോ ജോലികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനേജർ അങ്ങോട്ടേക്ക് വന്ന് ഫയൽ കൊടുക്കുന്നത്. ആ ഫയൽ സൈൻ ചെയ്യാനുള്ളതാണ്. അത് സേതു സൈൻ ചെയ്യാനുള്ളതാണ്. ആ ഋതുവിന്റെ കയ്യിലേക്ക് കൊടുത്തു. അതെ, ഇത് സേതു സാറിനെ കൊണ്ട് ഒന്ന് സൈൻ ചെയ്യിക്കണമെന്ന് പറയണം. ഇത് കേട്ടതും ഋതുവിന് ഒട്ടും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ താൻ എന്തിനാണോ എന്റെ മുന്നിലേക്ക് വന്നേ? എന്തിനും ഏതിനോ സേതു. അല്ല, ഞാനൊരു കാര്യം ചെയ്യട്ടെ, ഞാൻ ഇവിടുത്തെ പാർട്ട്ണർ മാത്രമാണോ? വെറുതെ ഇവിടെ കുത്തിയിരിക്കാന്നല്ലാതെ എന്നെ കൊണ്ട് എന്താ പ്രയോജനം? എന്ത് കാര്യം ഇവിടെ നടക്കണമെങ്കിൽ സേതുവിന്റെ സൈൻ വേണം. പിന്നെ ഞാൻ എന്ത് കാണിക്കണം ഇവിടെ കുത്തിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒറ്റ ഏറായിരുന്നു ആ ഫയൽ അങ്ങോട്ട്. അയാളിങ്ങനെ അന്തം വിട്ടിരിക്കുക. അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കാരണം അവിടുത്തെ ഏത് ഫയൽ നീങ്ങണമെങ്കിലും സേതുവിന്റെ സൈൻ വേണം. പണപരമായിട്ട് എന്ത് കാര്യങ്ങൾ നടന്നാലും സേതു അറിഞ്ഞിട്ട് വേണം ചെയ്യാനായിട്ട്. ഋതുവിനൊന്നും സൈൻ ചെയ്യാൻ പോലും പറ്റില്ല. കാരണം ഋതു സൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പം ടെക്സ്റ്റൈൽ ഷോപ്പ് പൂട്ടിയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ മതി. കാരണം ഇതിനു മുമ്പ് ഋതു വരുന്ന സമയത്ത് അങ്ങനെ പല കളികളും നടന്നിട്ടുണ്ട്. പ്രതാപൻ ഇഷ്ടം പോലെ പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ട്. അങ്ങനെ അവസാനം ഋതുവിന് സമനില എത്തുന്ന പോലെ തോന്നി. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് കടന്നു കിട്ടിയാൽ മാത്രം മതിയെന്നും ഉണ്ടായിരുന്നുള്ളൂ ഋതുവിന്റെ മനസ്സിലേക്ക്. ഋതു ആകെപ്പാടെ ദേഷ്യത്തോടെ എത്തിയാണ്. അപ്പൊ തന്നെ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് പുറത്തിറങ്ങുക. തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി. ആ സേതു കാരണം മനുഷ്യ ഒരു സമാധാനമില്ല. അങ്ങനെ ഋതു എന്ത് ചെയ്യാണ്, സമാധാനത്തിന് വേണ്ടിയിട്ട് തൊട്ടടുത്തൊരു കടൽപ്പുറത്തേക്ക് ഇങ്ങനെ പോയി ഇരിക്കുകയാണ്. അവിടെ പോയി ഇങ്ങനെ ഓരോന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പോഴേക്കുമാണ് ഈ ഒരു കൈനോട്ടക്കാരി അങ്ങോട്ടേക്ക് വരുന്നേ. അങ്ങനെ അവര് വന്നിട്ട് ചോദിച്ചു, അല്ല മോളുടെ കൈ നോക്കട്ടെ എന്ന് ചോദിക്കണം. വേണ്ടാന്ന് പറയണം. എന്താ മോളെ അങ്ങനെ പറയണേ? മോളുടെ ഇരിപ്പ് കണ്ടിട്ട് എന്തോ വിഷമിച്ചിരിക്കാന്ന് തോന്നല്ലോ, എന്തിനാ മോള് വിഷമിച്ചിരിക്കണേന്ന് ചോദിക്കണം. ഇത് കേട്ട ഋതു പറഞ്ഞു, എല്ലാ കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറയണമെന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ടപ്പോ അവര് പറഞ്ഞു, മോള് നല്ല ഐശ്വര്യമുള്ള കുടുംബത്തിലേക്ക് ചെന്ന് കയറാൻ പോണേന്നൊക്കെ പറയാ. ഇത് കേട്ടതും ഋതി വെച്ചു, ഞാൻ കുടുംബത്തിലേക്ക് ചെന്ന് കയറാനാ? നല്ല കഥയായെന്ന് പറയണ. മോൾ അങ്ങനെയൊന്നും പറയണ്ട. നല്ല സൂര്യശോഭയോട് കൂടി ഒരാളാ മോളുടെ ജീവിതത്തിലേക്ക് വരാൻ പോണേന്ന് പറയണ. ചേച്ചിക്ക് എന്താ ചേച്ചി തലയ്ക്ക് സുഖമില്ലെന്ന് ചോദിക്കുക. അതിന് ഞാൻ കല്യാണം കഴിക്കുന്ന പോലും ഇല്ല, കല്യാണം കഴിക്കാൻ പോലും തീരുമാനിച്ചിട്ടില്ല. കല്യാണമേ വേണ്ടെന്ന് പറഞ്ഞ ഞാനാ. അപ്പോഴാണ് എന്റെ ജീവിതത്തിലേക്ക് ഒരാൾ വരാൻ പോകുന്നു പറയണം. ഞാൻ സത്യം മാത്രമേ പറയുള്ളൂ, കള്ളം പറയാറില്ല. ഇതിപ്പം മുഖത്ത് നോക്കി ഇത്തരം കാര്യങ്ങൾ പറയുന്നേ. മോളുടെ കൈ ഇങ്ങോട്ട് കൊണ്ടുവരുവാണെങ്കിൽ മൊത്തം പറയാന്ന് പറയണേ. വേണ്ട ചേച്ചി, കൂടുതലൊന്നും പറയണ്ടെന്ന് പറയാം. മോളെ, ഞാൻ എന്താണെങ്കിലും പറഞ്ഞ കാര്യം അച്ചട്ടോ അല്ലേ കണ്ടോ, കുറെ കാലം കഴിയുമ്പോൾ മോൾ ഇവിടെ എപ്പോഴേലും വരുന്ന സമയത്ത് മോളുടെ കൂടെ ഒരാളും കൂടെ കാണുമെന്ന് പറയണേ. അന്ന് ഈ ചേച്ചിനെ കാണുവാണേ അന്ന് ചേച്ചിയുടെ അടുത്തേക്ക് വന്നാൽ മതി എന്ന് പറയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ല ഇതുവരെ സത്യമായിട്ടുള്ളതെന്ന് പറയണം. മോളുടെ ജീവിതത്തിലേക്ക് അധികം വൈകാതെ തന്നെ ഒരാൾ കടന്നു വരുമെന്ന് പറയാം. മോള് പോലും പ്രതീക്ഷിക്കാത്ത ഒരാൾ വരുമെന്ന് പറയാം. ഇത്രയൊക്കെ പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോയി കഴിയുമ്പത്തേനും ഋതു ഓർത്തു, ഇവരെന്തൊക്കെയാ പറയണേ? ഇനി ഇവര് പറഞ്ഞ വല്ല സത്യമുണ്ടോ?
തനിക്ക് കല്യാണം പോലും വേണ്ട, പിന്നെയാണോ കല്യാണം, അതൊക്കെ താനെ എന്നെ വേണ്ടെന്ന് വെച്ചാണ്. കാരണം ഇപ്പൊ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ ആ സേതുവിന് എല്ലാ അധികാരങ്ങളും കിട്ടും. ഒരു വർഷത്തുള്ള തന്റെ കല്യാണം നടക്കണമെന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അവനായിരിക്കും പിന്നെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും, സ്വത്ത് കാര്യങ്ങളെല്ലാം കിട്ടും. അതൊരു കാരണവശാലും പാടില്ല. അല്ലെങ്കിൽ ഇപ്പൊ കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിട്ടുമില്ല. അതൊക്കെ ഓർത്ത് ഋതു ഇങ്ങനെ തല പോഞ്ഞ് അവിടെ ഇരിക്കുകയാണ്. ഇച്ചിരി സമാധാനത്തിന് വേണ്ടി വന്നിരുന്ന അപ്പൊ ഉള്ള സമാധാനം കൂടെ പോയെന്നൊരവസ്ഥയായി പോയി ഋതുവിന്. തന്റെ ജീവിതത്തിലേക്ക് ഇനി അവര് പറഞ്ഞ പോലെ ആരെങ്കിലും വരുവോ? ഇത്രയും കാലമായിട്ട് ആരും അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷെ ഒരാൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ഋതുവിന്റെ മനസ്സിൽ ഒരു ചാഞ്ചാട്ടം ഉണ്ടായി. ആരായിരിക്കും, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും എന്നൊക്കെ. ഈ സമയം സേതുവും പല്ലവിയും എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കാണ് അച്ചു ശ്രീഹരിയും അങ്ങോട്ടേക്ക് വരുന്നത്. പിന്നീട് പല്ലവിയോട് വന്നിട്ട് പറഞ്ഞു, അതെ പല്ലവിച്ചി, ഈ നൈറ്റികൾ എങ്ങനെയുണ്ടെന്ന് നോക്കാൻ പറയാണ്. അങ്ങനെ പല്ലവി അത് വാങ്ങി നോക്കി. ആഹാ കൊള്ളാലോ, ഇങ്ങനെയാണാ മതി, നമുക്ക് ഇങ്ങനെ ഈ മോഡൽ ഡിസൈൻ ചെയ്താൽ മതി എന്ന് പറയണം. പുതിയ മെറ്റേണിറ്റി നൈറ്റിയുടെ ഒരു ബ്രാഞ്ച് ഒക്കെ അവർ തുടങ്ങാൻ തന്നെ തീരുമാനിച്ചു. അപ്പൊ അതും കൂടെ ഓൺലൈൻ ഷോപ്പിംഗ് നടത്തുവാണെങ്കിൽ കുഴപ്പമില്ല. സാധാരണ നൈറ്റിയുടെ കൂടെ ഈ നൈറ്റും കൂടെ പോയിക്കോളൂല്ലോ, അപ്പൊ കുഴപ്പമില്ലല്ലോ. പിന്നീട് സേതു ഒന്ന് കാണട്ടെ, ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചു നോക്കുകയാണ്. അപ്പൊ പല്ലി വെച്ചു, സേതുവിന് ഇതിനെക്കുറിച്ച് അറിയാമെന്ന് ചോദിക്കുക. പിന്നെ അറിയാവോന്നോ എന്ന് പറയാണ്. ഈ സമയം അച്ചു പറഞ്ഞു, മുമ്പ് നമ്മൾ നൈറ്റിക്ക് കൊടുത്ത പരസ്യം പോലെ ഇതിനും ഒരു പരസ്യം കൊടുത്താലോ മെറ്റേണിറ്റി നൈറ്റിക്ക്, അത് ശരിയാന്ന് പറയണം. പെട്ടെന്ന് സേതു പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, മുമ്പ് നിങ്ങള് മറ്റേ നൈറ്റിക്ക് നിങ്ങളല്ലേ പരസ്യത്തിന് മോഡലായിട്ട് അഭിനയിച്ച, ഈ തവണ ഞാനും ശ്രീഹരിയും കൂടെ നിൽക്കാന്ന് പറയാം. ഈ ഇത് കേട്ടപ്പോ ശ്രീഹരി പറഞ്ഞു, ഈ സേതുവേണ്ട കാര്യം, സേതുവേണ്ട എന്ത് പറ്റിയെന്ന് ചോദിക്കാം. പിന്നെ നമ്മൾ പരസ്യം ചെയ്ത് ആകത്തില്ല എന്നൊക്കെ ചോദിക്കണം. ഇത് കേട്ടപ്പം പല്ലവി പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യാം, അങ്ങനെയാണെങ്കിൽ നൈറ്റ് ഇട്ടൊന്ന് കാണിക്കും, ഒന്ന് എന്തെങ്കിലും ഒരു പരസ്യം ചെയ്ത് കാണിച്ചു നോക്കട്ടെ എന്ന് പറയണം. എടാ ശ്രീഹരി, നമ്മൾ ഇവിടെ തോറ്റു കൊടുക്കരുത് എന്നും പറഞ്ഞ് ശ്രീഹരിയുടെ ഇലയ്ക്ക് നൈറ്റ് കൊടുക്കുകയാണ്. നൈറ്റ് കൊടുത്തപ്പോ ശ്രീഹരി ചെയ്തിട്ടു. പിന്നീട് സേതു വിടുവാണ്. പിന്നെ അവിടെ കിടന്ന് 2 പില്ലോയൊക്കെ എടുത്ത് കൈ വെച്ചിരിക്കുന്ന രാരീരം ഒക്കെ പാടിയിട്ട് ഒരു പരസ്യത്തിൽ അഭിനയിക്കുന്ന പോലെ അഭിനയിക്കുകയാണ്. ഇത് കണ്ടതും അവിടെ നിന്ന് അച്ചും പല്ലവിയും കൂടെ തലയും കുത്തി മറിഞ്ഞിരുന്ന ഭയങ്കരമായിട്ട് ചിരിക്കുകയാണ്. എന്റെ സേതുവേട്ടാ, ഇതെന്താന്ന് ചോദിക്കണം. എന്താ ഇഷ്ടപ്പെട്ടില്ലേന്ന് ചോദിക്കണം. പിന്നെ ഇഷ്ടപ്പെട്ടോന്നോ, നന്നായിട്ട് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടെന്ന് പറയണം. മര്യാദയ്ക്ക് ആ നൈറ്റും കൂടെ ഊരാൻ പറയാണ്. ഇത് കേട്ടപ്പോ സേതു പറഞ്ഞു, നമ്മളോട് അസൂയയുടെ ശ്രീഹരി, നമ്മൾ ഇത്ര നന്നായിട്ട് അഭിനയിക്കുന്നതായിട്ട് പിന്നെ അസൂയ ആണോന്ന് ഇതൊക്കെ പറഞ്ഞിട്ട് അവര് കളിയാക്കുവാണ്. അപ്പോഴേക്ക് സ്വാതിയും കൂടെ അങ്ങോട്ടേക്ക് വന്നു. സ്വാതി വന്നിട്ട് ചോദിച്ചു, എന്താ ഇവിടെ എല്ലാരും കൂടെ ഭയങ്കര സന്തോഷത്തിലാണല്ലോ എന്ന് പറയണം. അപ്പോഴാണ് നൈറ്റ് ഇട്ടിരിക്കുന്ന സേതുവിനെ ശ്രീഹരിനെ കണ്ട. ഇതോടെ കണ്ടു കഴിയുമ്പത്തിന് സ്വാതി അവിടെ നിന്ന് ചിരിക്കുവാണ്. ഈ സമയം ശോഭയുടെ ഫോണിലേക്ക് രഘു വിളിക്കുകയാണ്. രഘു വിളിച്ചിട്ട് പറഞ്ഞു, അതെ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ടെന്ന് പറയണേ. ഇത് കേട്ടോ ശോഭയ്ക്ക് സന്തോഷമായി. ശോഭ പറഞ്ഞു, അതെ അങ്ങനെയാണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണ. അല്ല അവളോട് പറയൊന്നും വേണ്ട ചേച്ചി എന്ന് പറയണേ. കുഴപ്പമൊന്നുമില്ല, അവൾ പാറ സമ്മതിച്ചിട്ടൊക്കെ ഉണ്ട്, അവൾക്ക് കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണ. പറഞ്ഞിട്ട് സത്യമാണോ ചേച്ചി പറയുന്നേക്കും. അതേടാ ഇനി പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അവൾക്ക് മനസ്സിലായി നമ്മൾ ബാംഗ്ലൂർക്കല്ല അവളെ കൊണ്ടുപോകുന്നത്, അമേരിക്കയ്ക്ക് കൊണ്ടുപോകുന്നുള്ളേ. അവൾ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല, അവൾക്ക് നല്ല മനമാറ്റം ഉണ്ടായിട്ടുണ്ട്, എല്ലാം എന്റെ പ്രാർത്ഥനയുടെ ഫലമാണെന്ന് പറയണം. ഇത് കേട്ടപ്പോ രഘു പറഞ്ഞു, എന്നാ പിന്നെ പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറയണം. അന്ന് അവളോട് പോകാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിക്കോളം പറയുന്നു പറയണം. അങ്ങനെ കോള് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് അങ്ങോട്ടേക്ക് വന്നു. മാഷിനോട് കാര്യങ്ങളൊക്കെ പറയണം. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും മാഷ് പറഞ്ഞു, എന്നാ പിന്നെ ഇനിയിപ്പൊ നോക്കേണ്ട കാര്യമില്ല, എത്രയും പെട്ടെന്ന് തന്നെ അവളോട് പെട്ടി പാക്ക് ചെയ്ത് വെച്ചോളാൻ പറയാം, ഇനിയിപ്പൊ പേടിക്കേണ്ടല്ല കാര്യമില്ലെന്നൊക്കെ പറയാണ്. പിന്നീട് ശോഭ നേരെ പാറിന്റെ മുറിയിലേക്ക് ചെല്ലുവാണ്. പാറിന്റെ മുറിയിൽ ചെന്ന് ഈ കാര്യങ്ങൾ പറയാണ്. പാറു ഒട്ടും പ്രതീക്ഷയില്ല എത്ര പെട്ടെന്ന്. പാറു പിന്നെ പറഞ്ഞു, ശരി അമ്മയെന്നൊക്കെ പറയാണ്. അങ്ങനെ ശോഭ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും പാറുവിന് ഒരു കാര്യം മനസ്സിലായി, ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇനി പണി പാളും, എത്രയും പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ മിക്കവാറും തന്നെ അമേരിക്കയ്ക്ക് കൊണ്ടുപോകും. അപ്പൊ എന്താ ചെയ്യണ്ടേ, രജിസ്റ്റർ ആണെങ്കിൽ കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ അവസാനം വിശ്വത്തെ വിളിക്കുകയാണ്. വിശ്വത്തെ വിളിച്ച് കാര്യം പറയാണ്. പെട്ടെന്ന് വിശ്വം പറഞ്ഞൊരു കാര്യം ചെയ്യാം, രജിസ്റ്ററിന്റെ കാര്യങ്ങളൊന്നും നടന്നിട്ടില്ലോ, നമുക്കൊരു ക്ഷേത്രത്തിൽ വെച്ച് താലി കെട്ടിയാലോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടപ്പോ പാറു പറഞ്ഞു, അല്ല വിശ്വം അത് പിന്നെ എന്താ ബുദ്ധിമുട്ടുണ്ടോന്ന് ചോദിക്കേ. കുഴപ്പമൊന്നുമില്ല, വിശ്വം പറയുന്ന പോലെ എന്തായാലും ഞാൻ ചെയ്യാം, കാരണം എനിക്കിനിയിപ്പം 1-2 ദിവസത്തിനുള്ളിൽ കൂടെ ഇവിടെ നിൽക്കാനായിട്ട് പറ്റില്ല എന്ന് പറയണം. അങ്ങനെ ഒരു കാര്യം ചെയ്യാം, പാറു ഇറങ്ങിപ്പോരെ, ബാക്കി കാര്യങ്ങളൊക്കെ എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, അതിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോ പാറുവിന് ഒരു ഭയങ്കര സന്തോഷ സമാധാനമൊക്കെ. അങ്ങനെ പാറു ആ കാര്യം ചെയ്യാൻ വേണ്ടി വിശ്വത്തോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.